പാട്ടുകാരനെന്ന് പറഞ്ഞാ എന്നെ പോലെയാണോ സാർ വിചാരിക്കരുത്. ഹരിമോൻ അവിടെ കിടക്കുന്നു, ഞാൻ അവിടെ കിടക്കുന്നു. ഹരിമോൻ അവധിക്ക് വന്നാ പോകുന്നവരെ ഞാൻ കൂടെ ഉണ്ടാവും. ഇവിടെ ഇരിക്കുന്ന വീണേ സിത്താർക്കുണ്ടല്ലോ സാറേ, ഹരിമോനെ കണ്ടാ മതി, താനേ പാടും. അക്കൊല്ലം രഥോത്സവത്തിന് വീണ കച്ചേരി നടത്തായിരുന്ന ഹരിമോൻ. അത് അപകടമല്ല സാറേ, ഹരിമോനെ കൊന്നതാ. ആര്? ആളെ അറിയാമായിരുന്നെങ്കിൽ ചന്ദ്ര സാർ അവനെ ഈ ഭൂമിയിൽ ജീവനോടെ വെച്ചേക്കുമായിരുന്നു. ഹരിയോട് ആർക്കാണ് അത്ര വിരോധം? ആർക്കറിയാം. ഒരു കൈപ്പഴ പറ്റി അപകടം വന്നായിരുന്നെങ്കിൽ ഈ വഴിയിൽ ഇങ്ങനെ ഇട്ടേച്ച് പോവായിരുന്നു സാറേ. ഇതാര്? ശ്യാമയോ? എവിടെ ആയിരുന്നു 2 ദിവസം? വലിയ ഗമയ്ക്ക് പറഞ്ഞ് എഴുതി തരാമെന്ന്. എഴുതാനിരുന്നപ്പോഴല്ലേ ബുദ്ധിമുട്ട് മനസ്സിലായത്. ഓ, എന്തൊരു ഹാൻഡ് റൈറ്റിംഗ്, ഹൊറബിൾ. ഇതാ സ്ക്രിപ്റ്റ്, ഇത് ഒറിജിനൽ, ഇത് കോപ്പി. നൈസ്, വെരി നൈസ്, ബ്യൂട്ടിഫുൾ. ഞാൻ ഈ ഹാൻഡ് റൈറ്റിംഗിന്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ കഥയുടെ കാര്യമാ പറഞ്ഞത്. അത് ശരി. 15 സീൻ വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും കഥ മുഴുവൻ മനസ്സിലായെങ്കിൽ ഇന്റർവെല്ലിന് മുമ്പ് ആൾക്കാരെ എഴുതിട്ട് പോകുന്ന ലക്ഷണമുണ്ടല്ലോ. ഏയ് അതല്ല, തുടക്കം കാണുമ്പോഴേ അറിയാലോ നന്നാവോ ഇല്ലേന്ന്. ആ, ബാക്കി കഥ എന്താ? അതേലെ കയ്യിലിരിക്കട്ടെ. കഥ മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കോപ്പി എടുത്ത് തരാതെ പറ്റിക്കാനല്ലേ. ഇതെന്താ? ഫോട്ടോഗ്രാഫ്. ഇതാരുടെയാ? കെ ഹരികുമാർ. ഹരിയുടെ അല്ലേ? എവിടെ നോക്കട്ടെ. കഴിഞ്ഞ ദിവസം എന്നോടൊരു നുണ പറഞ്ഞല്ലേ, ഹരി അറിയില്ല എന്ന്. നുണയോ? സത്യമായിട്ട് ഞാൻ അറിയില്ല. പിന്നെ ഇത് ആരുടെ ഹാൻഡ് റൈറ്റിംഗാ? ഇത് ഞാൻ എഴുതിയതാണല്ലോ. അറിയാൻ വയ്യാത്ത ഒരാളുടെ ഓട്ടോഗ്രാഫിൽ എങ്ങനെ എഴുതി? ഇത് എങ്ങനെ വന്നു? ഞാനും ഹരിയും കൂടി ഒരിക്കൽ സാറിന്റെ വീട്ടിൽ വന്നിരുന്നു. ആർട്സ് ക്ലബിന്റെ ഇനോഗ്രേഷന് ക്ഷണിക്കാനായി. അന്ന് എഴുതിയതാ. സത്യം? എനിക്കൊരു ഓർമ്മയും കിട്ടുന്നില്ലല്ലോ. ശ്യാമയെ ഇവിടെ വെച്ച് കണ്ടപ്പോ പണ്ടെങ്ങോ കണ്ട ഒരു ഓർമ്മ തോന്നി. പക്ഷെ ഹരി കണ്ട എങ്ങനെ ഇരിക്കും? ഞാൻ വരച്ച ഹരിയുടെ ഒരു ചിത്രമുണ്ട്, കാണിക്കാം. ദേ. ഹോ, അന്ന് വീട്ടിൽ വന്നപ്പോ എന്തൊരു ഗമയായിരുന്നു സാറിന്. എന്തോ റെക്കോർഡിങ്ങിന് പോവാണെന്നും പറഞ്ഞ് ഞങ്ങളെയൊക്കെ മൈൻഡ് ചെയ്യാതങ്ങ് പോയി. പിന്നെ കാറിനകത്ത് വെച്ചാ ഹരിക്ക് ഓട്ടോഗ്രാഫ് എഴുതി കൊടുത്തത്. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് കക്ഷിയെ ഓർക്കാൻ പറ്റുന്നില്ലല്ലോ. എനിക്ക് മറക്കാനും. ഞാൻ പോകുന്നു. വിശ്വനാഥനെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചത് സ്മോൾ അടിക്കാൻ ഒരു കമ്പനി ആകുമല്ലോ എന്നോർത്തിട്ടല്ല, നന്ദി പറയാനാണ്. 2 വർഷമായി ഈ വീടാകെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഇപ്പോ അതിനൊക്കെ ഒരു മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് യു. ഞാൻ എന്ത് ചെയ്തിട്ടാണ് സർ? ശ്യാമയുടെ കാര്യങ്ങളൊക്കെ തനിക്കറിയാമല്ലോ. നൗ ഷി ഹാസ് ചേഞ്ച്ഡ് എ ലോട്ട്. മുമ്പ് ആരോടും മിണ്ടാട്ടമില്ല, കമ്പനിയില്ല. താനിപ്പോ അവക്കൊരു നല്ല കമ്പനിയാണ്, എ മെച്വർ ഫ്രണ്ട്. വീട്ടിൽ വന്നാൽ പിടിപ്പത് ജോലിയുണ്ടല്ലോ, തന്റെ കഥ പകർത്തിയതിൽ. ചന്ദ്രൻ എവിടെ പോയി? ടീ എക്സ്പോർട്ടേഴ്സ് കോൺഫറൻസിന് പോയിരിക്കുക എറണാകുളത്ത്. ഇന്ന് വരേണ്ടതാ. താൻ ഇതുവരെ ഫിനിഷ് ചെയ്തില്ലല്ലോ.
നേരം കുറെ ഞാൻ പോട്ടെ. അതിന് താനൊന്നും കഴിച്ചില്ലല്ലോ, ആകെ 2 പെഗോ. 2 പെഗ്ഗാണ് എന്റെ കോട്ട. നിങ്ങൾ കൊച്ചു പിള്ളേരിങ്ങനെ സ്റ്റാമിന ഇല്ലാതായാലോ. ഇതിനൊക്കെ വയസ്സന്മാര് തന്നെയാ ഭേദം. ഞാൻ വരട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആ, ശ്യാമ ഇതുവരെ ഉറങ്ങിയില്ലേ? ഞാൻ കിടക്കുമ്പോ 10-12 മണിയാകും. അതുവരെ എന്ത് ചെയ്യും? വല്ലതൊക്കെ വായിക്കുവോ? അടിച്ച് ഫിറ്റാണല്ലേ? ഛേ, ഞാൻ 2 പെഗ്ഗേ കഴിച്ചുള്ളൂ. എന്നെ കണ്ട ഫിറ്റാണെന്ന് തോന്നുന്നു. ഏയ്, ഞാൻ വെറുതെ പറഞ്ഞതാ. ആ, നാളെ വൈകുന്നേരം നമുക്കൊരു സ്ഥലം വരെ പോണം. എവിടെ? കുറച്ച് താഴെയാ. ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമുണ്ടെന്ന് എന്നോട് ആള് പറഞ്ഞു. ഒന്ന് പോയി നോക്കാം. വരുന്നോ? വരാം. പക്ഷെ ഒരു കണ്ടീഷൻ. വൈകിട്ട് നട അടയ്ക്കുന്നതിന് മുമ്പ് എന്നെ അമ്പലത്തിൽ എത്തിക്കണം. നാളെ എന്താ പ്രത്യേകത? പ്രത്യേകത ഉണ്ട്, പിന്നെ പറയാം. എത്തിക്കോ? എഗ്രീഡ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സാർ, സമയം ഒരുപാടായി, നമുക്ക് പോകാം. അവിടെ കൂടെ നോക്കിട്ട് പോ. വേണ്ട സാർ, നാളെ ആവട്ടെ. ഇനിയും താമസിച്ച നട അടയ്ക്കും. ഇന്നൊരു മൂടുള്ള ദിവസമാ. നാളെ ഇനി അതിനുവേണ്ടി മെനക്കെടണ്ടേ? നട അടക്കുന്നതിന് മുമ്പ് നമുക്കവിടെ പറഞ്ഞെത്താം. വാ വാ ശ്യാമേ. ആ, വാടോ. ഒന്ന് വേഗം ഡ്രൈവ് ചെയ്യൂ സർ, ഇല്ലെങ്കിൽ അവിടെ എത്തുമ്പോഴേക്കും നട അടയ്ക്കും. ലക്ഷണം കണ്ടിട്ട് എനിക്കും തന്നെ തോന്നുന്നേ. കരയുന്നോ? ശ്യാമ ഇത്ര സില്ലിയാണോ? നട അടച്ചാൽ തന്നെ എന്താ? നാളെ രാവിലെ അതങ്ങ് തുറക്കത്തില്ലേ? ദേവൻ അവിടെ തന്നെ കാണും. മൂപ്പരങ്ങ് ഓടിപ്പോത്തൊന്നുമില്ല. ഇന്ന് ഹരിയുടെ ജന്മദിനമാണ്. ഇതുവരെ ഞാനത് മുടക്കിയിട്ടില്ല. ശ്യാമേ, സാരമില്ല. നട അടച്ചു കഴിഞ്ഞ് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. അത് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ശ്യാമേ, ഞാൻ ഒന്നും പറയണ്ട. എനിക്കറിയാം, നിങ്ങൾ മനഃപൂർവ്വം വൈകിച്ചതാണ്. ഞാൻ എത്ര തവണ പറഞ്ഞു പോകാമെന്ന്. ശ്യാമേ, ഇനഫ്.